ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ സ്തുതിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. റോമാലേഖനം 7-ാം അധ്യായം അതിൻ്റെ 21 മുതലുള്ള ഭാഗങ്ങളിൽ, അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. ധന്യനായ പൗലോസ് റോമാസഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ 7-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ വളരെ വ്യക്തമായൊരു കാര്യം പറയുകയാണ്. നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ, എൻ്റെ ജീവിതത്തിനകത്ത് എനിക്ക് നന്മ ചെയ്യാനാണ് ആഗ്രഹം. പക്ഷേ അപ്പോസ്തലൻ ആത്മാവിൽ പറയുകയാണ്, ഞാൻ തിന്മ എൻ്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. എൻ്റെ ആഗ്രഹം നന്മ ചെയ്യണമെന്നാണ്, പക്ഷേ എൻ്റെ കയ്യിൽ എന്തുണ്ട്? തിന്മയുണ്ട്. നമ്മുടെ ജീവിതത്തിനകത്ത് നല്ലത് ചെയ്യണമെന്നാണ് ആഗ്രഹം, പക്ഷേ നമ്മൾ എന്താണ് ചെയ്യുന്നത്? തിന്മയാണ് ചെയ്യുന്നത്. അതിന് കാരണം പറയുകയാണ്, അതെൻ്റെ പക്കലുണ്ട്, എൻ്റെ കയ്യിൽ അതുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരെ, യേശുവിൻ്റെ കൂടെ നിഴല് പോലെ നടന്ന ഒരു മനുഷ്യനാണ് പത്രോസ്. 3.5 വർഷക്കാലം കർത്താവിൻ്റെ ശുശ്രൂഷയിൽ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് പത്രോസ്. തൻ്റെ പടക് ശൂന്യമായി പോയപ്പോൾ ആ പടകിലേക്ക് യേശു കയറി. യേശു ആ സമയത്ത് ദൈവവചനം ശുശ്രൂഷിച്ച് പത്രോസിൻ്റെ പടകിനെ നിറയ്ക്കാൻ പാകത്തിന് മീനിനെ കൊടുത്ത് ആ സെക്കൻഡിൽ തന്നെ യേശുവിൻ്റെ കാൽക്കൽ വീണ് പാപിയായ മനുഷ്യനെന്ന് പറഞ്ഞ് കർത്താവിൻ്റെ പിന്നാലെ അന്ന് തുടങ്ങിക്കൂടിയ ഒരു നല്ല മനുഷ്യനാണ് പത്രോസ്. ആ പത്രോസ് യേശുവിൻ്റെ കൂടെ നടന്നപ്പോഴൊക്കെ തൻ്റെ മനസ്സിനകത്ത് നന്മ ചെയ്യുക എന്നൊറ്റ ആഗ്രഹമേ ഉള്ളൂ. താൻ നന്മയാണ് ചെയ്തതും. കർത്താവ് പറഞ്ഞതെല്ലാം പത്രോസ് എന്ത് ചെയ്തിട്ടുണ്ട്? അനുസരിച്ചിട്ടുണ്ട്. കരം കൊടുക്കാനില്ലാതിരുന്ന സമയത്ത് യേശു പറഞ്ഞു, ചൂണ്ടലെടുത്ത് കടലിലിട്. ആദ്യം കിട്ടുന്ന മീനിൻ്റെ വായ്ക്കകത്ത് ചതുർദ്രമയിരിക്കും. അതും ഒരു മടിയും കൂടാതെ. അല്ലെങ്കിൽ വേണമെങ്കിൽ പറയാമായിരുന്നു, ഞാൻ ഒരിക്കൽ ഇതെല്ലാം ഉപേക്ഷിച്ചതാണ്, ഇനി എങ്ങനെ ഞാൻ ചൂണ്ടയെടുക്കുന്നത്? അങ്ങനെ ഒന്നും പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞത് അനുസരിച്ച ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. എന്ന് വെച്ചാൽ ആ മനുഷ്യൻ്റെ ഹൃദയത്തിനകത്ത് നന്മ മാത്രമേ ഉള്ളൂ. കർത്താവിൻ്റെ കൂടെ നടക്കുമ്പോൾ, യേശുവിൻ്റെ നിഴലായി സഞ്ചരിക്കുമ്പോൾ, കർത്താവ് പറയുന്ന അനുസരിച്ച് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്ത് ചേർന്ന് നടന്ന ഒരു ദൈവമനുഷ്യനാണ്. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യം വന്നപ്പോൾ, നമുക്കറിയാം, ക്രൂശിക്കാൻ വേണ്ടി കർത്താവിനെ പിടിക്കുന്ന സമയത്ത് ന്യായവിസ്താരത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പത്രോസിൻ്റെ അടുക്കൽ വന്ന് ചില വ്യക്തികൾ ചോദിക്കുന്നുണ്ട്, നീയും അവൻ്റെ കൂടെ ഉള്ളതല്ലയോ? വചനം പറയുന്നത് 3 വട്ടം തള്ളിപ്പറഞ്ഞെന്നാണ്. ഒരു ഭാഗത്ത് പറയുന്നത് പ്രാകുവാനും ആണയിടാനും തുടങ്ങി. പ്രിയരെ, നിഴല് പോലെ നടന്ന പത്രോസ്, നന്മ ചെയ്യാൻ മാത്രം ആഗ്രഹിച്ച പത്രോസ് യേശുവിനോട് പറയുന്നുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി എൻ്റെ ജീവനെ കൂടെ തരും. അങ്ങനെ കർത്താവിനോട് പറയുന്ന ഒരു ഭാഗം ബൈബിളിലുണ്ട്. സത്യമാണ്, പത്രോസ് അത് ചെയ്യും. പത്രോസിൻ്റെ മനസ്സിനകത്ത് കിടക്കുന്ന ആഗ്രഹം അത് തന്നെയാണ്. പക്ഷേ തൻ്റെ പക്കൽ തിന്മ എന്നൊരു പ്രമാണം ഇരിപ്പുണ്ട്. ആ പ്രമാണമാണ് തന്നെ കൊണ്ട് എനിക്കവനെ അറിയത്തില്ല, ഞാൻ അവനെ അറിയുന്നില്ല, പ്രാകുവാനും ആണയിടാനൊക്കെ തുടങ്ങിയതുപോലെ. പ്രിയരെ, നമ്മുടെ ജീവിതത്തിനകത്തും കർത്താവിൻ്റെ കൂടെ നടക്കുമ്പോൾ പൗലോസ് റോമാ സഭയോട് പറയുന്നത് പോലെ നമുക്ക് ആഗ്രഹമുണ്ട് നല്ലത് ചെയ്യാൻ, നമുക്ക് ഇഷ്ടവും നല്ലത് ചെയ്യാനാണ്. പക്ഷേ സാഹചര്യങ്ങൾ പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞതുപോലെ ന്യായപ്രമാണത്തിനകത്ത് പറയുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നു, കൂട്ടുകാരൻ നേരെ കള്ളസാക്ഷ്യം പറയരുത്. പത്രോസ് പറഞ്ഞത് അതല്ലേ? ഒറ്റ സെക്കൻഡ് കൊണ്ട് തള്ളിപ്പറഞ്ഞില്ലേ? കള്ളസാക്ഷ്യം പറയുന്നത് പോലെയാ, എനിക്കവനെ അറിയത്തില്ലെന്നല്ലേ പറഞ്ഞ്. ഈ സന്ദേശം കേൾക്കുമ്പോൾ ജീവിതത്തിനകത്ത് നമ്മളും പ്രിയരെ, നമ്മുടെ ആഗ്രഹമുണ്ട് നന്മ ചെയ്യണമെന്ന്, പക്ഷേ തിന്മ പക്കലുണ്ടെന്നറിഞ്ഞിട്ട് വളരെ അലേർട്ടായി, വളരെ സൂക്ഷിച്ച് യേശുവിൻ്റെ കൂടെ നടന്ന പത്രോസിന് അങ്ങനെ ഒരു അബദ്ധം പറ്റിയെങ്കിൽ നമുക്കും സാധ്യതയുണ്ടെന്ന് വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ ഓരോ സെക്കൻഡ് ബൈ സെക്കൻഡ് വീണു പോകാതെ ഒരു ഭവനം ഒരുങ്ങുന്നുണ്ട്. അവിടേക്ക് പ്രവേശിക്കേണ്ടവരാണ്. തള്ളപ്പെട്ടു പോകരുത്. ഇങ്ങനെ ഒരു പ്രമാണവും ഒരു ഭാഗത്ത് കിടപ്പുണ്ട് എന്നറിഞ്ഞ്, നല്ലത് തിരിച്ചറിഞ്ഞ്, നന്മയെ പിടിച്ച് വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.